വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ സുന്ദരമായ കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി അള്ളാഹു നിങ്ങളിൽ 2 ഗുണങ്ങളെ വെച്ചിരിക്കുന്നു. ഒന്ന് മവദ്ദത്ത്, ഒന്ന് റഹ്മത്ത്. മവദ്ദത്തിൻ്റെ പ്രകടനമാണ് സംസാരം, റഹ്മത്തിൻ്റെ പ്രകടനമാണ് ഭക്ഷണം. ഒന്ന് ആണിൽ നിന്ന് പുരുഷന് കിട്ടേണ്ടതാണ്, 2 പെണ്ണിൽ നിന്ന് സ്ത്രീക്ക് അങ്ങോട്ട് കിട്ടേണ്ടതാണ്. ഈ കൗൺസിലർമാരോടൊക്കെ നമ്മൾ ചോദിച്ചാൽ അറിയാം, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഭർത്താവിനോട് ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് 23 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും പറയുന്നത് എന്തെങ്കിലും ഒരു സമയത്ത് ചായ ഉണ്ടാക്കി കൊടുത്തതോ, കാപ്പി ഉണ്ടാക്കി കൊടുത്തതോ, ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തതോ, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതോ, ചോറ് വാരി കൊടുത്തതോ ആയിരിക്കും. പെണ്ണുങ്ങളോട് നേരെ തിരിച്ചു ചോദിച്ചാൽ ആണിൽ നിന്നുണ്ടായ ഏറ്റവും സുന്ദരമായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും എന്തെങ്കിലും ഒരു സംസാരത്തെക്കുറിച്ചായിരിക്കും വരാം. അപ്പോൾ പുരുഷനിൽ നിന്നുള്ള സംസാരമാണ് സ്ത്രീക്ക് വേണ്ടത്. സ്ത്രീയിൽ നിന്നുള്ള പരിപാലനം, ഭക്ഷണം ഉൾപ്പെടെയുള്ള പരിപാലനമാണ് പുരുഷന് ആവശ്യമുള്ളത്. ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമോ? കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ്. ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ്. ഒരു മഞ്ഞ മാക്സിൻ്റെ ആവശ്യമുണ്ട്. ഒരു മഞ്ഞ മാക്സ് വേണം. ആദ്യം പുതിയാപ്പിള വന്ന് കുപ്പായം മാറ്റിയിടുമ്പോൾ 250 ഉറുപ്പ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം അടുക്കളയിൽ പോയിട്ട് അമ്മായിമാട് പറയാം, പിന്നെ ഇമ്മ എനിക്കൊരു മഞ്ഞ മാക്സി വേണ്ടിയിരുന്നു, നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുവരുള്ളൂ, നിങ്ങൾ നാളെ ഒന്ന് പറയുകൊണ്ട് കിട്ടോ. പിറ്റേന്ന് രാവിലെ മൂപ്പര് ഫാൻറ്റ് ഷൂട്ടൊക്കെ ഇട്ടാണ്ട് പോണ സമയത്ത് ഉമ്മ പറയും, എടാ ഇജ്ജ് വൈകുന്നേരം വരുമ്പോൾ ഓക്കൊരു നല്ല മഞ്ഞ മാക്സി കൊടുന്നു കൊടുക്കൊണ്ടു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ഒരു മഞ്ഞ മാക്സി ആയിട്ട് വന്നാൽ ഉമ്മാക്ക് അംഗീകാരമായി, ഓക്ക് മാക്സി ആയി, സംഗതി വളരെ ഉഷാറായി. ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ്. ആ അംഗീകാരം കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.